ഹലോ, ഒരു കമ്പനിയുടെ DNA എന്ന് പറയാവുന്ന രണ്ട് പ്രധാന രേഖകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതെ, ഏതൊരു കമ്പനിയെയും നിർവചിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന MOA, AOA എന്നിവയുടെ ലോകത്തേക്ക് നമുക്ക് ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മളൊരു രാജ്യത്തിന് ഭരണഘടനയുണ്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ഓരോ കമ്പനിക്കും അതിൻ്റേതായ ഒരു ഭരണഘടനയുണ്ട്, ഒരു നിയമപുസ്തകം. എന്തായിരിക്കും അത്? അതെങ്ങനെയാണ് ഒരു കമ്പനിയെ നേരായ വഴിക്ക് നയിക്കുന്നത്? വാ, നമുക്ക് കണ്ടുപിടിക്കാം. ഈ രണ്ട് രേഖകളെയും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കാം. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതായത് MOA, ഒരു രാജ്യത്തിന്റെ ഭരണഘടന പോലെയാണ്. ആ കമ്പനി എന്താണ്, അതിന്റെ അധികാരപരിധി എവിടെ വരെയാണ് എന്നൊക്കെ പുറം ലോകത്തോട് പറയുന്നത് ഈ രേഖയാണ്. എന്നാൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അഥവാ AOA ആ രാജ്യത്തിനകത്തുള്ള നിയമങ്ങൾ പോലെയാണ്. കമ്പനിയുടെ ദൈനംദിന കാര്യങ്ങൾ എങ്ങനെ നടക്കണം എന്ന് പറയുന്ന ഒരു റൂൾ ബുക്ക്. അപ്പോൾ ഈ വിഷയത്തിലൂടെ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നോക്കാം. ആദ്യം കമ്പനിയുടെ ഭരണഘടന എന്താണെന്ന് നോക്കും. പിന്നെ MOA എന്താണെന്നും AOA എന്താണെന്നും വിശദമായി കാണും. എന്നിട്ട് അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, നിയമങ്ങൾ തെറ്റിച്ചാൽ എന്ത് സംഭവിക്കും, അവസാനം ഇതിൽ നിന്നെല്ലാം ഓർത്തുവെക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ ചർച്ച ചെയ്യും. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ കമ്പനിയുടെ മുഖം എന്ന് പറയാവുന്ന മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു കമ്പനി എന്താണ്, അതിന് ഈ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ അധികാരമുണ്ട് എന്നൊക്കെ കൃത്യമായി നിർവചിക്കുന്നത് ഈ രേഖയാണ്. അപ്പോൾ എന്താണ് ഈ MOA? ഇതൊരു നിയമപരമായ രേഖയാണ്. കമ്പനിക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നൊക്കെ ഇതിൽ വ്യക്തമായി പറയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു പബ്ലിക് ഡോക്യുമെന്റാണ്. ആർക്കു വേണമെങ്കിലും ഇത് പരിശോധിക്കാം. അതായത്, നിങ്ങളൊരു കമ്പനിയുമായി ഇടപാട് നടത്തുന്നതിനു മുൻപ് അവരുടെ അധികാരപരിധി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ബിസിനസ്സിൽ വലിയൊരു സുതാര്യത കൊണ്ടുവരുന്നില്ലേ? ഒരു MOAയ്ക്ക് 6 പ്രധാന ഭാഗങ്ങളുണ്ട്. നമുക്കിതിനെ 6 തൂണുകൾ എന്ന് വിളിക്കാം. കമ്പനിയുടെ പേര്, രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ്, കമ്പനിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെ, ഷെയർ ഹോൾഡർമാരുടെ ബാധ്യത എത്രത്തോളമുണ്ട്, കമ്പനിയുടെ മൂലധനം എത്രയാണ്, പിന്നെ ഇത് തുടങ്ങിയ ആളുകളുടെ വിവരങ്ങൾ. ഇതെല്ലാം ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും. ഈ 6 എണ്ണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒബ്ജക്റ്റ് ക്ലോസ്. കാരണം കമ്പനിക്ക് നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയും എന്നതിന്റെ അതിർവരമ്പ് വരയ്ക്കുന്നത് ഈ ക്ലോസാണ്. ഒരു ഉദാഹരണം നോക്കാം. ഗ്രീൻടെക് സൊല്യൂഷൻസ് എന്ന കമ്പനിയുടെ MOAയിൽ അവരുടെ ലക്ഷ്യം ഈക്കോ ഫ്രണ്ട്ലി പാക്കേജിംഗ് ഉണ്ടാക്കുക എന്നാണെങ്കിൽ, അവർക്ക് പെട്ടെന്നൊരു ദിവസം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. നിയമപരമായി അത് തെറ്റാണ്. ഇനി ലയബിലിറ്റി ക്ലോസ്. ഇത് കമ്പനിയുടെ ഉടമകൾക്ക്, അതായത് ഷെയർ ഹോൾഡർമാർക്ക് ഒരു സുരക്ഷാ കവചം പോലെയാണ്. സാധാരണഗതിയിൽ ഒരു ഓഹരി ഉടമയുടെ ബാധ്യത അവർ വാങ്ങിയ ഷെയറിന്റെ പണം കൊടുത്ത് തീർക്കുന്നതോടെ അവസാനിക്കും. അതായത്, കമ്പനിക്ക് വലിയ നഷ്ടം വന്നാലും ഓഹരി ഉടമകളുടെ വ്യക്തിപരമായ സ്വത്തുക്കൾക്ക് ഒരു കുഴപ്പവും വരില്ല. ഇതിനെയാണ് നമ്മൾ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇതൊരു വലിയ ധൈര്യമാണ് നിക്ഷേപകർക്ക് നൽകുന്നത്. ഈ ക്ലോസ് പറയുന്നത് കമ്പനിക്ക് എത്ര രൂപയുടെ ഓഹരികൾ വിൽക്കാൻ അധികാരമുണ്ട് എന്നാണ്. ഇതിനെ ഓഥറൈസ്ഡ് ക്യാപിറ്റൽ എന്നു പറയും. ഉദാഹരണത്തിന്, ഒരു കമ്പനിക്ക് 10 ലക്ഷം രൂപയാണ് ഓഥറൈസ്ഡ് ക്യാപിറ്റലെങ്കിൽ അവർക്ക് പരമാവധി അത്രയും രൂപയുടെ ഓഹരികളെ പുറത്തിറക്കാൻ കഴിയൂ. അതിൽ കൂടുതൽ വേണമെങ്കിൽ ആദ്യം ഈ ക്ലോസിൽ മാറ്റം വരുത്തണം. ശരി, അപ്പോൾ കമ്പനി എന്തു ചെയ്യുന്നു എന്ന് നമ്മൾ MOAയിൽ കണ്ടു. ഇനി അതെങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കണ്ടേ? അവിടെയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതായത് AOAയുടെ റോള് വരുന്നത്. AOA എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഉള്ളിലെ കാര്യങ്ങൾക്കുള്ള ഒരു റൂൾ ബുക്കാണ്. MOA പുറം ലോകത്തേക്കുള്ളതാണെങ്കിൽ AOA കമ്പനിയുടെ അകത്തേക്കുള്ളതാണ്. ഡയറക്ടർമാരെ എങ്ങനെ നിയമിക്കാം, മീറ്റിംഗുകൾ എങ്ങനെ നടത്തണം, ലാഭവിഹിതം എങ്ങനെ കൊടുക്കണം, ഇങ്ങനെ കമ്പനിയുടെ ദൈനംദിന നടത്തിപ്പിനുള്ള എല്ലാ നിയമങ്ങളും ഇതിലുണ്ടാകും. നോക്കൂ, AOA എത്രത്തോളം പ്രായോഗികമായ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നതെന്ന്. കമ്പനിയുടെ ചെക്കിൽ ആരൊപ്പിടണം, ഒരു മീറ്റിംഗ് കൂടണമെങ്കിൽ കുറഞ്ഞത് എത്ര പേർ വേണം, ഒരാളുടെ കയ്യിലുള്ള ഷെയർ മറ്റൊരാൾക്ക് എങ്ങനെ കൈമാറാം, ഇങ്ങനെ വളരെ കൃത്യമായ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ട നിയമങ്ങളാണ് ഇതിന്റെ കാതൽ. ഓക്കെ, നമ്മളിപ്പോൾ MOAയെയും AOAയെയും തനിത്തനിയായി മനസ്സിലാക്കി. ഇനി ഇവ രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ഒരു ഫൈറ്റ് വെച്ചാൽ ഇതിൽ ആര് ജയിക്കും? ആർക്കാണ് കൂടുതൽ പവർ? അതെ, അപ്പോൾ നമുക്ക് ഈ 2 നിയമപുസ്തകങ്ങളെയും ഒന്ന് നേർക്കുനേർ നിർത്താം. ആരാണ് ഇതിലെ യഥാർത്ഥ ബോസ് എന്ന് നോക്കാമല്ലോ.
ഈ പട്ടികയിലേക്ക് ഒന്ന് നോക്കൂ. MOA കമ്പനിയുടെ അധികാരങ്ങളെ നിർവചിക്കുമ്പോൾ AOA ആഭ്യന്തര നിയമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അധികാര ശ്രേണിയിൽ എപ്പോഴും MOA ആണ് ഒന്നാമൻ, AOA രണ്ടാമനാണ്. അതുകൊണ്ട് തന്നെ MOA ഭേദഗതി ചെയ്യാൻ കുറേ കടമ്പകളുണ്ട്, സർക്കാർ അനുമതി വരെ വേണ്ടിവരും. പക്ഷേ AOA മാറ്റാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, MOAയ്ക്ക് പുറത്തുള്ള ഏത് പ്രവൃത്തിയും നിയമത്തിന്റെ കണ്ണിൽ അസാധുവാണ്, അത് പിന്നീട് ശരിയാക്കാൻ പറ്റില്ല. അപ്പോ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, അല്ലേ? AOAയിലെ ഒരു നിയമവും MOAയെ മറികടക്കാൻ പാടില്ല. നിയമപരമായി MOA ആണ് സുപ്രീം. AOAയിലെ ഏതെങ്കിലും ഒരു നിയമം MOAയ്ക്ക് എതിരാണെങ്കിൽ ആ നിയമത്തിന് യാതൊരു വിലയുമില്ല, അത് അസാധുവായി കണക്കാക്കും. അപ്പൊ ഈ രേഖകളൊക്കെ വെറും കടലാസുകളല്ല, ഇതിന് നല്ല നിയമപരമായ പിൻബലമുണ്ട്. ഈ നിയമങ്ങളൊക്കെ ലംഘിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം. അൾട്രാ വൈറസ് എന്നൊരു നിയമസിദ്ധാന്തമുണ്ട്. ഇത് ലാറ്റിൻ വാക്കാണ്, അധികാരത്തിന് അതീതം എന്നാണ് അർത്ഥം. ഒരു കമ്പനി അതിന്റെ MOAയുടെ ഒബ്ജക്റ്റ് ക്ലോസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറം എന്തെങ്കിലും ചെയ്താൽ ആ പ്രവൃത്തിയെയാണ് അൾട്രാ വൈറസ് എന്ന് പറയുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ വന്ന നിയമമല്ല. 1875-ലെ ആഷ്ബറി റെയിൽവേ കേസ് എന്ന ചരിത്രപരമായൊരു വിധി ഈ തത്വം ഉറപ്പിക്കുന്നുണ്ട്. MOAയ്ക്ക് പുറത്തുള്ളൊരു പ്രവൃത്തിക്ക് നിയമത്തിന്റെ മുന്നിൽ യാതൊരു നിലനിൽപ്പുമില്ല, അത് പൂർണ്ണമായും അസാധുവാണ്. ഈ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. MOA ലംഘിച്ചാൽ ആ ചെയ്ത കാര്യം പൂർണ്ണമായും അസാധുവാണ്. കമ്പനിയിലെ എല്ലാ ഓഹരിയുടമകളും ഒരുമിച്ച് സമ്മതിച്ചാൽ പോലും അതിനെ സാധുവാക്കാൻ കഴിയില്ല. എന്നാൽ AOAയിലെ ഒരു നിയമമാണ് ലംഘിക്കുന്നതെങ്കിലോ, അത് ഓഹരിയുടമകൾക്ക് ഒരുമിച്ച് തീരുമാനിച്ചാൽ തിരുത്താൻ സാധിക്കും. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ മാത്രം, ആ പ്രവൃത്തി MOAയുടെ പരിധിക്കുള്ളിലായിരിക്കണം. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ചുരുക്കി നോക്കാം. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാന പോയിന്റുകൾ ഇവയാണ്. MOA എന്നത് കമ്പനിയുടെ ഭരണഘടന, AOA അതിന്റെ റൂൾ ബുക്ക്. എപ്പോഴും MOA ആണ് വലുത്. MOAയ്ക്ക് പുറത്തുള്ള പ്രവർത്തനങ്ങൾ അൾട്രാ വൈറസ് ആണ്, അതായത് അസാധുവാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ MOA എന്ത് എന്ന് പറയുമ്പോൾ AOA എങ്ങനെയെന്ന് പറയുന്നു, അത്രയുള്ളൂ. അപ്പോ നമ്മുടെ ഈ വിശദീകരണം ഇവിടെ തീരുകയാണ്. പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ചോദ്യം. നിങ്ങളാണ് ഒരു കമ്പനിയുടെ ഭരണഘടന, അതായത് MOA എഴുതുന്നതെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമായി നിങ്ങൾ എന്ത് ചേർക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.